Welcome to video on fluid mechanics and hydraulics. Hydraulic jump in the video series last video ആണ് ഇത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ classification of hydraulic jump ആണ് ഡിസ്കസ് ചെയ്യുക. അതായത് ഓൾറെഡി നമ്മൾ sequent depth ratio എന്താണെന്ന് കണ്ടു, സ്പെസിഫിക് ഫോഴ്സ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു, എനർജി ലോസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി ഇതിൽ ന്യൂമറിക്കൽസ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ന്യൂമറിക്കൽസ് ആണെങ്കിൽ sequent depth ratio ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസും പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി ലോസ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് ചെയ്യാനുള്ളത്. അതിനു മുന്നേ നമുക്കിപ്പോൾ ഇതിലേക്ക് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ് ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ. ഫ്രൂട്ട്സ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ജമ്പ് എല്ലാം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഹൈഡ്രോളിക് ജമ്പിന്റെ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജമ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അൺടുലാർ ജമ്പ്, വീക്ക് ജമ്പ്, ഓസിലേറ്റിംഗ് ജമ്പ്, സ്റ്റഡി ജമ്പ് and strong and choppy jump. ഇതെല്ലാം ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ ആണ്. ആ ഫ്രൂട്ട്സ് നമ്പർ തന്നെ ഇനീഷ്യൽ ജമ്പ്, ബിഫോർ ദ ജമ്പ് ഇനീഷ്യൽ ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബിഫോർ ദ ജമ്പ് ഇനീഷ്യൽ ഡെപ്ത് എന്താണ്? y1. y1ന് കറസ്പോണ്ടിങ് ഫ്രൂട്ട്സ് നമ്പർ f1 എത്രയാണ്, f1ന്റെ റേഞ്ച് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ ജമ്പും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ഫ്രൂട്ട്സ് നമ്പറിന്റെ റേഞ്ചിനെ ബേസ് ചെയ്ത് നമ്മൾ ജമ്പിന്റെ ടിപ്പിക്കൽ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കുന്നു, അതിന്റെ ഫിഗർ ഡ്രോ ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ പാറ്റേൺ ഓഫ് പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നോക്കുന്നു. അതിന്റെ സീക്വന്റ് ഡെപ്ത് റേഷ്യോ ഒന്ന് ഓർക്കുക. സീക്വന്റ് ഡെപ്ത് റേഷ്യോ നമ്മൾ അണ്ടുലാർ ജമ്പിന്റെ കേസിലും സ്ട്രോങ് ജമ്പിന്റെ കേസിലും മാത്രമാണ് പറയുക. അതായത് അണ്ടുലാർ ജമ്പിന്റെ കേസിൽ ദ സീക്വന്റ് ഡെപ്ത് റേഷ്യോ ഈസ് വെരി സ്മോൾ എന്ന് പറയും. സ്ട്രോങ് ജമ്പിന്റെ കേസിൽ ഇറ്റ് ഈസ് വെരി ലാർജ് എന്ന് പറയും. ബാക്കിയെല്ലാം ഇൻ ബിറ്റ്വീൻ റേഞ്ചസ് ആയതുകൊണ്ട് തന്നെ നമ്മളത് മെൻഷൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡിഫറൻസും കാര്യമായിട്ട് ഓർക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അണ്ടുലാർ ജമ്പിൽ സീക്വന്റ് ഡെപ്ത് റേഷ്യോ വെരി സ്മോൾ എന്ന് പറയും. സീക്വന്റ് ഡെപ്ത് റേഷ്യോ ഫോർ സ്ട്രോങ് ജമ്പ് എന്താണ്? വെരി ലാർജ് എന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നത് എനർജി ലോസ് വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ എനർജി. എനർജി ലോസ് എന്താണ്? EL ആണ് അല്ലെ. EL വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ എനർജി. ഇനീഷ്യൽ എനർജിനെ ബേസ് ചെയ്തിട്ട് ഈ ഓരോ ടൈപ്പ് ജമ്പിലും എത്രമാത്രം എനർജി ലോസ് സംഭവിക്കുന്നു അതാണ് ലാസ്റ്റ് കോളത്തിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കോളം വൈസ് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് പോയാൽ മതി. അപ്പൊ എക്സാമിന് വേണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ ടൈപ്പ് ജമ്പ് എന്താണെന്ന് പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഓരോ ടൈപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് അണ്ടുലാർ ജമ്പ്. അപ്പൊ അണ്ടുലാർ ജമ്പില് അണ്ടുലാർ ജമ്പ് ആണെന്ന് പറയണമെങ്കിൽ ദ ഫ്രൂട്ട്സ് നമ്പർ 1 f1 should be in between 1 and 1.7. അതായത് ഫ്രൂട്ട്സ് നമ്പർ f1 equal to 1 മുതൽ f1 equal to 1.7 വരെ ഉള്ള കാറ്റഗറി ജമ്പിനെ നമ്മൾ എന്ത് പറയും? അണ്ടുലാർ ജമ്പ്. ഇത് ഏറ്റവും സ്മോളസ്റ്റ് ജമ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അണ്ടുലാർ ജമ്പ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ചെറിയ റിപ്പിൾ ഷേപ്പ് അല്ലെങ്കിൽ റിപ്പിൾ ഫോം ഓഫ് പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അണ്ടുലാർ ജമ്പ്. ഇത് സാധാരണ റിപ്പിൾ, വെരി സ്മോൾ റിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന ആ ചെറിയ റിപ്പിൾ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിൽ ഏറ്റവും ചെറിയ ഫോമിൽ ജമ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടുലാർ ജമ്പ്. ഈ കേസിൽ ഓർക്കേണ്ട ഒന്നാണ്, ദ സീക്വന്റ് ഡെപ്ത് റേഷ്യോ ദാറ്റ് ഈസ് y2 by y1 വിൽ ബി വെരി സ്മോൾ. ഇതിനി നമ്മൾ ലാസ്റ്റ് ജമ്പിന് മാത്രമേ പറയുള്ളൂ y2 by y1 is very large. ഇൻ ബിറ്റ്വീൻ അല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ റേഞ്ചസിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അണ്ടുലാർ ജമ്പിൽ നമുക്ക് ഇനീഷ്യൽ എനർജി E1 ഉണ്ട് ആൻഡ് ഫൈനൽ എനർജി E2 ഉണ്ട്. നമ്മുടെ ഈ ഹൈഡ്രോളിക് ജമ്പിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ എനർജി വി ഹാവ് അവർ E1 ഇറ്റ് ഷുഡ് ബി ലോസ്റ്റ്. എനർജി ലോസ് നല്ല രീതിയിൽ നടക്കണം. എന്നിട്ട് എനർജി 2 എത്തുമ്പോഴേക്കും നമുക്കൊരു ലോവർ എനർജി ആയിരിക്കണം. പക്ഷെ ഒരു അണ്ടുലാർ ജമ്പില് ഈ എനർജി ലോസ് പ്രാക്ടിക്കലി 0 ആയിരിക്കും. എനർജി ലോസ് വിത്ത് റെസ്പെക്ട് ടു E1 വിൽ ബി 0. അതായത് വലിയ ലോസ് ഒന്നും സംഭവിക്കില്ല, ജസ്റ്റ് ഒരു ചെറിയ ജമ്പ് സംഭവിക്കുന്ന ദാറ്റ് എനർജി വിൽ ബി ഓൾമോസ്റ്റ് ദി ഇനീഷ്യൽ എനർജി ഇറ്റ്സെൽഫ്. അതായത് E2 എന്ന എനർജി ഓൾമോസ്റ്റ് വിൽ ബി ഈക്വൽ ടു E1 തന്നെയായിരിക്കും. വലിയൊരു ലോസ് നമുക്ക് അവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏറ്റവും ചെറിയൊരു ജമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടുലാർ ജമ്പ്. ഇനി അടുത്ത ജമ്പാണ് വീക്ക് ജമ്പ്. Weak jump എന്ന് പറയണമെങ്കിൽ the fruits number f1 should be in between 1.7 and 2.5.
F1 should be in between 1.7 and 2.5. അപ്പോൾ ഇവിടെ ജമ്പ് ഒക്കർ ചെയ്യുന്ന നോക്കാം. നമുക്കൊരു ജമ്പായിട്ട് ഒരു സർഫസ് റോളർ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. നേരെ മറിച്ച് ആദ്യത്തെ കേസിൽ അണ്ടുലാർ ജമ്പിൽ ഒരു റിപ്പിൾ ആണ് ഫോം ചെയ്ത് പോയിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ജമ്പ്, ഒരു റോളർ, ഹൈഡ്രോളിക് ജമ്പിന്റെ ബേസിക് ക്യാരക്ടറായ ഒരു റോളർ ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് വിൽ gradually increase in intensity towards the end. അത് ഇൻക്രീസ് ചെയ്ത് ഒരു ചെറിയ റോളർ ഫോമിലേക്ക് തന്നെ വരും. നേരത്തെ റോളർ ഫോമിലോട്ട് പോവാതെ റിപ്പിൾ ആയിട്ട് പോയതായിരുന്നു. ഇവിടെ അതൊരു ഫുൾ റോളർ ആയിട്ട് തന്നെ വരും. അപ്പൊ ഇവിടെ എനർജി ലോസ് സംഭവിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു റോളർ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ എനർജി ലോസ് ഉണ്ടാവും. അപ്പൊ എനർജി ലോസ് നേരത്തെ പ്രാക്ടിക്കലി 0 പറഞ്ഞു. ഇവിടെ എന്താണ്, at 1.7 at F1 equal to 1.7 ഏകദേശം 5% energy loss will occur. That is EL, energy loss with respect to initial energy, ഒരു 5% loss സംഭവിക്കും. And at F1 equal to 2.5 എത്ര സംഭവിക്കും എനർജി ലോസ്? 18% വരെ സംഭവിക്കും. അതായത് 5 to 18% എനർജി ലോസ് with respect to initial energy will happen. ഇതാണ് ഇവിടെ ആലോചിക്കാനുള്ളത്. 5 to 18% എനർജി ലോസ് സംഭവിക്കും. ആൻഡ് ആഫ്റ്റർ ദ റോളർ ഫോർമേഷൻ നമ്മൾ അതിന്റെ ഗ്രാജുവലി ഇൻക്രീസ് ഇറ്റ്സ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു. അതിനുശേഷം ഡൗൺ സ്ട്രീം സൈഡിലോട്ട് എത്തുമ്പോഴേക്കും ദിസ് വാട്ടർ സർഫസ് വിൽ ബി ഓൾമോസ്റ്റ് സ്മൂത്ത്, സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകും. അങ്ങനെയുള്ള ഒരു ജമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീക്ക് ജമ്പ്. ചെറിയൊരു വൺ ഫോർമുലേഷൻ ഓഫ് ഒരു ജമ്പ്, ഒരു ചെറിയ ജമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഫോം ചെയ്യുന്ന അവിടെ മാത്രമേ സർഫസ് റോളർ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഉള്ളത് എന്താ ചെയ്യണേ, അത് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് കൈമാറിപ്പോകും. ആ വാട്ടർ സർഫസ് ഡൗൺ സ്ട്രീം എന്തായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഓസിലേറ്റിംഗ് ജമ്പ്. അപ്പം ഓസിലേറ്റിംഗ് ജമ്പ് ആവണമെങ്കിൽ F1 should be in between 2.5 to 4.5. നേരത്തെ നമ്മൾ അണ്ടുലാർ ജമ്പ് ആവണമെങ്കിൽ 1 to 1.7 വരെ ആണെങ്കിൽ അണ്ടുലാർ ജമ്പ് എന്ന് പറഞ്ഞു. 1.7 to 2.5 നമ്മൾ വീക്ക് ജമ്പ് എന്ന് പറഞ്ഞു. ഇവിടെ 2.5 to 4.5 വരെ ആണെങ്കിൽ നമ്മൾ എന്ത് അതിനെ പറയും, ഓസിലേറ്റിംഗ് ജമ്പ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, യു ക്യാൻ സീ ആൻ ഓസിലേഷൻ ഓവർ ഹിയർ. Okay, so it is characterized by instability of high velocity of flow in the jump. ആ വെലോസിറ്റി വിൽ ബി വെരി ഹൈ. നമ്മൾ അണ്ടുലാർ ജമ്പിലും വീക്ക് ജമ്പിലും ഉള്ളതിനെക്കാട്ടിയും ഇൻകമിങ് വെലോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇത് ഡൗൺ സ്ട്രീമിലേക്ക് പോകുമ്പോൾ റാൻഡം മാനർലി റോളർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ ഇറ്റ് ഹാസ് ടു ഓസിലേറ്റ്. ആ ഓസിലേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, എനർജി ഡിസിപ്പേഷൻ സംഭവിക്കുന്നത്. ദിസ് ഓസിലേഷൻ വാട്ട് ദിസ് വിൽ റിസൾട്ട് ദിസ് വിൽ പ്രൊഡ്യൂസ് ലാർജ് സർഫസ് വേവ് ടു ദി ഡൗൺ സ്ട്രീം സൈഡ്. അപ്പം ഇങ്ങനെ ഒരു സർഫസ് റോളർ വന്നു, നല്ലൊരു വെലോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഒരു ലാർജ് സർഫസ് വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് വേവ്സ് ആയിട്ട് ഇത് പോകും. ഈ ഓസിലേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീം സൈഡിലുള്ള വാട്ടർ സർഫസ് സ്മൂത്ത് ആയിരിക്കൂല, ദാറ്റ് വിൽ ഓസിലേറ്റ് or it will produce large surface wave. ആ വേവ്സ് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് റിഫ്ലക്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റോളർ ഉണ്ട്, ഇങ്ങനെ ഒരു ഓസിലേഷൻ ഉണ്ട്, അതിനുശേഷം ലാർജ് സർഫസ് വേവ് ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം എനർജി ഡിസിപ്പേഷൻ നടക്കും. അപ്പൊ എനർജി ഡിസിപ്പേഷൻ എത്രത്തോളം നടക്കും, തുടക്കം F1 equal to 2.5 ഒരു 18% മുതൽ 45% വരെ എനർജി ലോസ് സംഭവിക്കും വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ എനർജി. അങ്ങനെയാണ് ഓസിലേറ്റിംഗ് ജമ്പ് ഉണ്ടാവും. ഓസിലേറ്റിംഗ് ജമ്പിൽ റോളർ നല്ല രീതിയിൽ ഡെവലപ്പ് ആവും, അതിനുശേഷം നന്നായിട്ട് ഓസിലേഷൻ ഉണ്ടാവും, ലാർജ് സർഫസ് വേവ് വിൽ ബി റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദി ഡൗൺ സ്ട്രീം സൈഡ്. ഇനി നോക്കാനുള്ളത് സ്റ്റഡി ജമ്പാണ്. അതിന് മുന്നേ നമ്മൾ ഓസിലേഷനിൽ പറഞ്ഞു അവിടെ ചെറിയ 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 റോളർ ആയിട്ട് അത് ഫോം ചെയ്തു. ആ റോളറിൽ സ്റ്റിൽ ഇറ്റ് ഹാസ് എ ഹയർ വെലോസിറ്റി ഉള്ള ഒരു ഓസിലേഷൻ സംഭവിച്ചു. ആ ഓസിലേഷൻ സംഭവിച്ചതിന് ശേഷം ലാർജ് സർഫസ് വേവ് ആയിട്ട് അത് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് പോയി. ഇവിടെ ആണെങ്കിൽ സ്റ്റഡി ജമ്പ് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഓസിലേഷൻ സംഭവിക്കുന്നില്ല. വാട്ട് എവർ ജമ്പ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് അതൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജമ്പാണ്, ഒരു പക്ക ഹയർ ജമ്പ് ആയിട്ട് നമ്മുടെ വീക്ക് ജമ്പിനെക്കാട്ടും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയി നല്ലൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് റോളർ ആയിട്ട് അത് ഫോം ചെയ്യും, ഒരു ഹയർ റോളർ ഫോം ചെയ്യും. ആ ഫുള്ളി ഡെവലപ്ഡ് ജമ്പ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സ്റ്റഡി ജമ്പ് എന്ന് പറയും. അപ്പം ഫ്രൂട്ട്സ് നമ്പർ, ഇനീഷ്യൽ ഫ്രൂട്ട്സ് നമ്പർ എത്രയായിരിക്കും, 4.5 to 9 കാറ്റഗറിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ 4.5 to 9 കാറ്റഗറിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റഡി ജമ്പ് എന്ന് പറയും. ദ ജമ്പ് വിൽ ബി വെൽ എസ്റ്റാബ്ലിഷ്ഡ്, ദ റോളർ ആൻഡ് ജമ്പ് ആക്ഷൻ വിൽ ബി ഫുള്ളി ഡെവലപ്ഡ്. അപ്പൊ ഇങ്ങനെ ഫുള്ളി ഡെവലപ്ഡ് ആവുമ്പോഴേക്കും മാക്സിമം എനർജി ലോസ് സംഭവിക്കും.
ഓക്കെ, അല്ലെങ്കിൽ ഒരു നല്ല എമൗണ്ട് എനർജി ലോസ് സംഭവിക്കുന്നു പറയാം. അതിനാണ് നമ്മൾ എനർജി ലോസ് അറൌണ്ട് 45% to 75% ജമ്പിൽ നമുക്ക് എനർജി ലോസ് സംഭവിക്കും. അപ്പോൾ യൂഷ്വലി നമ്മൾ എനർജി ലോസിന് വേണ്ടിയിട്ടാണ് ഹൈഡ്രോളിക് ജമ്പ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് സ്റ്റഡി ജമ്പ്. ബിക്കോസ് ദ റോളർ വിൽ ബി വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അതേസമയം ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ സർഫേസ് സ്മൂത്ത് ആയിരിക്കും. എനർജി ലോസ് അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും. 45 to 75% എനർജി ലോസ് ഉണ്ടാവും. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് സ്ട്രോങ് ജമ്പ്. അപ്പോൾ സ്ട്രോങ് ജമ്പ് സ്റ്റഡി ജമ്പിന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ജമ്പ് ആണ്. അതായത് ഫ്രൂട്ട്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 9 കാറ്റഗറിയിലേക്ക് വരുന്നതിന് നമ്മൾ സ്ട്രോങ് ജമ്പ് എന്ന് പറയും. അതായത് ഇവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജമ്പിന്റെയും ഹയർ ലെവലിലോട്ട് പോവുകയാണ് സ്ട്രോങ് ജമ്പ്. അപ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? വാട്ടർ സർഫേസ് വിൽ ബി വെരി റഫ് ആൻഡ് ചോപ്പി. ചോപ്പി എന്ന് പറഞ്ഞാൽ ദിസ് വിൽ പ്രൊഡ്യൂസ് എ ഹസിങ് സൗണ്ട്. നല്ല രീതിയിൽ ഹസിങ് സൗണ്ടിൽ ആ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജമ്പിന്റെ മുകളിലോട്ട് ഇത് കയറി പോകുമ്പോൾ അപ്പൊ ടർബുലൻസ് നന്നായിട്ട് ക്രിയേറ്റ് ആ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദ വേവ്സ് ഫോർമേഷൻ വിൽ ബി റഫ് formation and it will be very hissing sound പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അത് ആ ചോപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ ചോപ്പി ജമ്പ് എന്നും കൂടി പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റഫ് ആൻഡ് ചോപ്പി നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഡൗൺ സ്ട്രീമിൽ വാട്ടർ സർഫേസ് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല. ദറ്റ് വിൽ ബി റഫ് ആൻഡ് വേവി. ഡൗൺ സ്ട്രീമിൽ അത് റഫ് ആൻഡ് വേവി ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ലോസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 70%. Energy loss will be greater than 70%. And sequent depth will be very large. Sequent depth ratio will be very large. അതായത് y2 by y1 എന്തായിരിക്കും? നല്ല വേരിയേഷൻസ് കാണും. അതായത് ചെറിയൊരു ഡെപ്തിൽ നിന്ന് തന്നെ നല്ലൊരു ഹയർ ഡെപ്തിലേക്ക് എന്ത് ചെയ്യും? y2 by y1 പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ട ജമ്പ് ഏതായിരിക്കണം? സ്റ്റഡി ജമ്പ് ആയിരിക്കണം. We have undulate jump. Okay. Next we have weak jump. Then we have oscillating jump. After that we have the steady jump. And finally we have the strong or choppy jump. അപ്പോൾ 1 to 1.7 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മണ്ടുല ജമ്പിലേക്ക് പോവാം. 2.5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീക്ക് ജമ്പിലേക്ക് പോവാം. 4.5 വരെ ഓസിലേറ്റിംഗ് ജമ്പ് വരാം. 9 വരെ സ്റ്റഡി ജമ്പ് വരാം. ആൻഡ് സ്ട്രോങ് ജമ്പ് വിൽ ബി ഗ്രേറ്റർ ദാൻ 9. അപ്പോൾ ഇത്രയും ജംസ്, ഈ 5 ജംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഹൈഡ്രോളിക് ജംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന്റെ ഫ്രൂട്ട്സ് നമ്പർ റേഞ്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഫിഗർ നേച്ചർ എങ്ങനെയായിരിക്കും ഇതൊന്ന് വരച്ചു നോക്കുക. ഈ ഫിഗർ നേച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം അതിന്റെ നേച്ചർ, വാട്ട് ഈസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതും ഒന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ എനർജി ലോസ് വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ എനർജി. ഇത്രയും ഡിഫറൻസ് അറിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും.